2 മിനിറ്റ് സമയം. അതിനെക്കുറിച്ച് കാര്യമായ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ആനകളുടെ പ്രജനനം വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഹരി എസ് നായരുടെ അറിവിലേക്ക് ഞാൻ പറയാം. റിലയൻസ് ഗ്രൂപ്പിന്റെ ഗുജറാത്തിൽ ഒരു നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 300-ൽ പരം ആനകൾ ഒരു ക്യാമ്പിൽ രാധേമാധവ് ടെമ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റിന്റെ പേരിൽ 300-ൽ പരം ആനകൾ ഒരു ക്യാമ്പിൽ ഒരു പറമ്പിൽ നിർത്തിയിരിക്കുകയാണ്. 300-ൽ പരം ആനകൾ. ഏകദേശം എനിക്ക് തോന്നുന്നു അതിൽ 10-35ഓളം ആനകൾ ഇപ്പൊ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു മൃഗസ്നേഹി അങ്ങോട്ട് പോകുന്നില്ല. എന്താണെന്ന് നമുക്കറിയാൻ വയ്യ. ഒരു മൃഗസ്നേഹിക്ക് അവിടെ ആനകൾ മരണപ്പെടുന്നതിനകത്തോ അവിടെ ഉപദ്രവിക്കുന്നതിനകത്തോ ബുദ്ധിമുട്ട് നേരിടുന്നതായി ഞങ്ങൾ കാണുന്നില്ല. ഒരു മൃഗസ്നേഹിയും കോടതിയിലും പോകുന്നതായി ഞങ്ങൾ കാണുന്നില്ല. ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾക്ക് മാത്രമാണ് അത് വരുന്നത്. രണ്ട്, ഈ 1973 ഗവൺമെന്റ് ആണ് നിർത്തിയത്. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. അത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അന്നും വേട്ട നിർത്തി. അല്ല, 1986 അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ നമ്മൾ എന്താണ് പ്രശ്നരഹിതമായി ഉത്സവങ്ങൾ നടക്കണം. അതിനെന്താണ് വേണ്ടുന്നത്? അതിന് കാര്യക്ഷമമായ ഇടപെടൽ. ഓരോ സോഷ്യൽ ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിലാണല്ലോ ഇപ്പോൾ ആനകൾ ഉള്ളത്. ആ സോഷ്യൽ ഫോറസ്റ്റിനെ ഓരോ ബ്ലോക്ക് തിരിച്ചുകൊണ്ടും ഓരോ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്. നമ്മളെ കേരളത്തിലെ കൈവശം ഇരിക്കുന്ന ദേവസ്വങ്ങളുടെ കയ്യിലും ഉടമസ്ഥന്മാരുടെ കയ്യിലും ഇരിക്കുന്ന നാട്ടാനകളുടെ മതപ്പാട് കാലഘട്ടത്തിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്ന കൺസെന്റ് ഫോറസ്റ്റ് അധികാരികൾക്കും ഉണ്ടായിരിക്കണം. അപ്പോ ഈ ഒരു ആന ഇപ്പോ സെപ്റ്റംബർ മാസത്തിൽ മതപ്പാട് ആരംഭിച്ച് അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ അവസാനിക്കുന്ന ആന ആ വർഷം പൂർണ്ണമായും ആ 3 മാസം അല്ലെങ്കിൽ 4 മാസം, ഒരു ആനയുടെ മതപ്പാട് കാലഘട്ടം എന്ന് പറയുന്നത് 45 ദിവസം മുതൽ ഏകദേശം 100 ദിവസം 120 ദിവസം വരെ മതപ്പാട് കാലഘട്ടത്തിൽ നിൽക്കുന്ന ആനകളുണ്ട്. ഈ ആനകൾ പൂർണ്ണമായും ആ സമയത്ത് ഈ വർഷ കാലയളവിൽ ഒലിച്ചിട്ടുണ്ടോ? നീരൊലിവെന്നാണ് ഈ ആന ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ നീര് കറക്റ്റ് ആ മതപ്പാട് കാലം പൂർത്തിയാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഇപ്പൊ മതപ്പാട് കാലത്തിൽ വന്നിട്ടില്ലാത്ത ആനകളാണെങ്കിൽ ആ ആനകളെ ഉത്സവ പറമ്പിൽ എഴുന്നള്ളിക്കുവാൻ അനുവദിക്കരുത്. അങ്ങനെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയാൽ കൃത്യമായി മതപ്പാടുകൾ എല്ലാ വർഷവും ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കുറെ അധികം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ 3 മീറ്റർ അകലമൊന്നും ഒരിക്കലും കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. 15 അടി അകലത്തിൽ ആനകൾ എന്ന് പറയുന്നത് കൂട്ടമായി സഞ്ചരിക്കുന്ന ജീവിയാണ്. ഇപ്പൊ ഡോക്ടറിന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. നിങ്ങൾ ഏത് കാട്ടാനകളുടെ വീഡിയോ കണ്ടുള്ളൂ, ഒറ്റപ്പെട്ട് ഇറങ്ങുന്ന ആനകളല്ലാതെ മറ്റ് കൂട്ടമായി ആനകൾ ഉരുമി ചെവി തമ്മി മുട്ടി ശരീരം തമ്മി മുട്ടി പോകുന്ന സഹജീവികളുമായി സഹകരിച്ച് ജീവിക്കുന്ന ജീവിയാണ് ആനകൾ. ആ ആനകൾ ഒരിക്കലും പിന്നെ അകലം, അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ച 3 മീറ്റർ അകലത്തിലാണോ നിൽക്കുന്നതെന്ന് ആനകൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഇവര് പറയാണ് 3 മീറ്റർ അകലം എന്നത്. അപ്പൊ അതുകൊണ്ടാണ് കോടതി ചോദിച്ച ഈ മൃഗത്തിന് അറിയാൻ സാധിക്കുമോ 3 മീറ്റർ അകലം ഉണ്ടെന്നുള്ളത്? അപ്പോ അപ്രായോഗികമായുള്ള പ്രശ്നരഹിതമായ ഉത്സവങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള പോസിറ്റീവായ ചർച്ചകൾ, അല്ലാതെ എനിക്കിഷ്ടമല്ലാത്തതിനെല്ലാം നിർത്തണം, പിന്നെ എനിക്കിഷ്ടമല്ലാത്തതൊന്നും ഈ നാട്ടിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആ ചിന്താഗതി മാറ്റണം. എല്ലാവരുടെയും ഒരു പൊതു സമൂഹത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നെ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നടന്നു വരുന്നത്. അതിനെ എങ്ങനെ പ്രശ്നരഹിതമായി നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ ആദിത്യൻ ശ്രദ്ധിക്കേണ്ടത്, ആയിരക്കണക്കിന് പൂരങ്ങൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നടക്കുകയാണ്. ഇപ്പൊ തന്നെ ഏകദേശം മീനമാസം 10-ാം തീയതി ആകുമ്പോൾ 100 കണക്കിന് പൂരങ്ങൾ നിത്യേന ഒരു വിഷയങ്ങളും ഇല്ലാതെ നടക്കുകയാണ്. 1-2 സംഭവങ്ങൾ, ആ ഒരു സംഭവങ്ങളെയും നമ്മൾ ന്യായീകരിക്കുകയില്ല. പക്ഷെ 1-2 സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ടാണ് ഈ പബ്ലിസിറ്റി എല്ലാം നടക്കുന്നത്. കാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡിസംബർ 3-ന് ശേഷം ഈ മാർച്ച് മാസം വരെ 14 ജീവനുകളാണ് നമ്മളുടെ സഹോദരങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് ആദിവാസി സമൂഹത്തിന്റെ ഉൾപ്പെടെ 14 ജീവനുകൾ നഷ്ടപ്പെട്ടു. ഈ കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ 2-3 ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ ഇവർ ഈ കാണിക്കുന്ന വ്യഗ്രത, കാടുകളിൽ കാട്ടാനകൾ ഇറങ്ങി 10-14 പേരെ ചവിട്ടിക്കൊന്നിട്ട് ഒരക്ഷരം മിണ്ടാൻ ഇവിടെ കേരളത്തിൽ ആരും തയ്യാറല്ല. അപ്പോ അതുകൊണ്ടാണ് ഇത് ഇരട്ടത്താപ്പാണ്. നീതിയാണെങ്കിൽ രണ്ടും വേണം. കാട്ടാന മസ്തകത്തിൽ വെടിയുണ്ട് അതിനെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോ പിടിക്കരുത് എന്ന് പറഞ്ഞ മൃഗസ്നേഹികളാണ് മസ്തകത്തിൽ. അവസാനം ആ മുറിവ് വലുതായി അതിനകത്തുനിന്ന് പുഴു വന്ന് ആ ആന ചരിഞ്ഞപ്പോ ഒരു മൃഗസ്നേഹിക്ക് ഒരു പരാതിയില്ല. അതേസമയം ചങ്ങലയിട്ട ഒരു ആന ഉത്സവപ്പറമ്പിൽ വന്നാൽ അത് അപ്പോഴേ മൃഗസ്നേഹമായി, പീഡനമായി, ബഹളമായി. ഈ ഇരട്ടത്താപ്പാണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. ഒരു ആനയും പീഡിപ്പിക്കപ്പെടണമെന്ന്, ഒരു ആനയും മുറിവുള്ള ആനയും സമയപരിധി എഴുന്നള്ളിക്കണമെന്ന് അവസാനിച്ചേ ഒരാളും ഉള്ളൂ. ശ്രീ ആഗ്രഹിക്കുന്നില്ല. വിഷ്ണു പട്ടത്താറ, ഞാൻ